ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികാമ്മയാണെങ്കിൽ ഗോവിന്ദന് മുന്നിൽ നിന്ന് ഭയങ്കരമായിട്ട് അഭിനയിക്കുക. മോനെ കണ്ണ എന്ന് കണ്ടില്ലേ, എൻ്റെ മാധവേട്ടനെ തീർത്ത ഇവള് എന്നെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇവൾ എന്നെ കൊല്ലുമെന്നാ മോനെ പറയുന്നത്. എൻ്റെ മാധവേട്ടനെ ഇല്ലാതാക്കിയ ഇവളെ ഞാൻ കൊല്ലും, ഇവളെ ഞാൻ കൊല്ലും, എന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകണ്ണ, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ ഉറപ്പായിട്ടും കൊല്ലും എന്നും പറഞ്ഞ് രാധിക അവിടെ നിന്ന് തകർത്ത് അഭിനയിക്കും. അപ്പോഴേക്കും ഗോവിന്ദ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ എതിർക്കില്ല, തടയില്ല, ആയുധമെടുത്ത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും ഇവളെ തീർക്കാൻ. അത് കേട്ടതും നമ്മുടെ അനാർക്കലിയും ഞെട്ടി, രാധികയും ഞെട്ടി. ഈശ്വര, ഇവനെങ്ങാനും ആയുധം എടുത്ത് ഇവളുടെ കയ്യിൽ കൊടുത്താ ഉറപ്പായിട്ടും 10 കോടി ചോദിച്ചതിൻ്റെ കലിപ്പ് ഇവൾ എന്നോട് തീർക്കും. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകാം. ഞാൻ ഇവളെയോട് പ്രതികാരം ചെയ്യാൻ വന്നൊന്നുമല്ല, ഇവളെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. എത്രയൊക്കെ ആയാലും എൻ്റെ പണ്ടത്തെ ഫ്രണ്ടല്ലേ. എന്തായാലും ഇവളെ കൊല്ലാനൊന്നും എനിക്ക് മനസ്സ് വരില്ല. എന്നാൽ ഞാൻ പോട്ടെ രാധികെ എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി അങ്ങ് പോവുക. ഈ സമയം രാധിക, ഈശ്വര, പണി കിട്ടുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവളാണെങ്കിൽ ആകെ മൊത്തത്തിൽ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവുകയും ചെയ്തു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. എന്താ രാധികാമ്മേ, എവിടെയോ എന്തൊക്കെയോ ഒരു പന്തികേട് പോലെ എന്നും നമ്മുടെ ഗീതു. അത് കേട്ടതും, എൻ്റെ ദൈവമേ, ആളെ വിട്, ഒരു പന്തികേടുമില്ല, ഞാനിവിടെ എൻ്റെ ക്ലബിലുള്ള ആളുകളെ കാണാൻ വന്നതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളിങ്ങോട്ട് വന്നത്. അത് എൻ്റെ തെറ്റല്ലല്ലോ, ഇതൊരു ഹോട്ടലല്ലേ, ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാമല്ലോ. ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അനാർക്കലിയുമായിട്ട് രാധിക നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും വിജയലക്ഷ്മിയുടെ ചോദ്യം. ഓഹോ, എൻ്റെ മാധവേട്ടനെ കൊന്നവളെ ഞാൻ സപ്പോർട്ട് ചെയ്യോ? അവളുമായിട്ട് ഞാൻ ചങ്ങാത്തം കൂടുമോ? അങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു സത്യം തിരിച്ചു പുറത്തു വരും. അതുകൊണ്ട് കൂടുതൽ കള്ളം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊന്നും മാറി നിൽക്കാമെന്ന് വിചാരിക്കണ്ട, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനെ വിളിച്ച് വിജയലക്ഷ്മിയും വിളിച്ച് അങ്ങോട്ട് പോവുക. ഈ സമയം ഗീതു, ഗോവിന്ദ്, വിജയലക്ഷ്മി 3 പേരും പോകുന്നത് കണ്ട് രാധികാമ്മ, ഈശ്വര, അവനിനി എന്തെങ്കിലും മനസ്സിലാക്കി കാണോ? അപ്പോൾ പുറത്തെത്തിയതും, ഇനി രഞ്ജുവിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയേരെ എന്നും ഗോവിന്ദ് വിജയലക്ഷ്മിയോട് പറയുക. എന്നാൽ ശരി അമ്മേ, പോയിട്ട് വരട്ടെ, പോയിട്ട് വാ മക്കളെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങ് പോവുക. ഇതേ സമയം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗോവിന്ദനോട് ഗീതു, കണ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, രാധികാമ്മയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും. അതായത് അച്ഛനെ കൊന്ന ആളുമായിട്ട് രാധികാമ്മ എന്തിനാ ചങ്ങാത്തം കൂടുന്നേ? സത്യം പറഞ്ഞ രാധികാമ്മ അവിടെ ക്ലബിലുള്ള സ്ത്രീകളെ കാണാൻ വന്നതായിരിക്കില്ല. ആ സ്ത്രീ കുറേ നേരമായി വന്നിട്ട്. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത്, അതായത് കണ്ണേട്ടനെ അമ്മയെ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയില്ലേ, ആ സമയത്ത് ഞാൻ മൊബൈലിൽ നോക്കിയാണ് വന്നത്. അങ്ങനെ മൊബൈലിൽ നോക്കി നടന്നു വന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടി. കൂട്ടിമുട്ടിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല. അവരുടെ കയ്യിലിരുന്ന മൊബൈൽ താഴെ വീണു. ഞാൻ അതെടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ നല്ല കുട്ടിയാണ്, നല്ല മനസ്സുള്ളവർക്കേ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുമെന്ന് പറഞ്ഞു. അത് മാത്രം പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അപ്പോൾ അവർ വന്നിട്ട് നേരം കുറേ ആയിട്ടുണ്ട് കണ്ണേട്ടാ. നമ്മളെ കണ്ടപ്പോൾ അവർ മാറിയതാണെന്നുള്ള കാര്യമാണ് നമ്മൾ സംശയിക്കേണ്ടത്. എന്തായാലും കണ്ണേട്ടാ, നമ്മൾ വിചാരിച്ചതുപോലെ അല്ല രാധികാമ്മ നമ്മുടെ കുടുംബത്തെ ചതിക്കാൻ എന്തോ ചെയ്യുന്നുണ്ട്. ഇനി സ്വത്തിനും പണത്തിനും വേണ്ടി അച്ഛനെ ഇല്ലാതാക്കിയത് രാധികാമ്മയാണോ? ഗീതു, നീ അങ്ങനെയൊന്നും പറയണ്ട. രാധികാമ്മയ്ക്ക് എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. എൻ്റെ കണ്ണേട്ടാ, ഇപ്പോൾ കണ്ണേട്ടൻ്റെ കാര്യത്തിലും അത് തന്നെയല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടൻ എത്ര പ്രാവശ്യം അവർ കൊല്ലാൻ ശ്രമിച്ചു. അതുപോലെ നിങ്ങളെ എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ എല്ലാവരുടെയും മുൻപിൽ അച്ഛനുമായിട്ട് സ്നേഹം അഭിനയിച്ചതാണെങ്കിലോ, പക്ഷെ ആ അച്ഛൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് മരിക്കുമ്പോഴും ആ അച്ഛൻ പറഞ്ഞത് രാധികാമ്മയെ പൊന്നുപോലെ നോക്കണമെന്ന്. എന്നാൽ ഇവർ അച്ഛനെ ചതിക്കുകയായിരുന്നു കണ്ണേട്ട. കണ്ണേട്ടൻ അതും കൂടെ കണ്ടുപിടിച്ച രണ്ടാനമ്മയുടെ യഥാർത്ഥ രൂപം കണ്ണേട്ടനെ മനസ്സിലാവും. ഞാനായിട്ട് പറഞ്ഞു തരുന്നില്ല. ഞാനായിട്ട് പറഞ്ഞ വിജയലക്ഷ്മി അമ്മയെയും കണ്ണേട്ടനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഞാൻ കളിക്കുന്ന കളിയാണ്, നാടകമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഞാനായിട്ട് ഒന്നും പറയുന്നില്ല, എല്ലാം കണ്ണേട്ടൻ്റെ തീരുമാനം എന്നും ഗീതു. അത് കേട്ടതും ഗോവിന്ദനാകെ സംശയമായി. ഈശ്വര, ഞാൻ ആരെ വിശ്വസിക്കും? ആരെ വിശ്വസിക്കേണ്ട ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ 2-3 പ്രാവശ്യമായി രാധികാമ്മയും അനാർക്കലിയും തമ്മിലുള്ള ബന്ധം അറിയുന്നു. എന്നിട്ടും എനിക്കെന്താ അത് ചോദിക്കാൻ പറ്റാത്തത്? ഞാനെന്താ പ്രതികരിക്കാത്തത്? എല്ലാത്തിൻ്റെയും കാരണക്കാരി രാധികാമ്മയാണോ? ഇനി ഗീതു പറയുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണേട്ടാ,
ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ ഗീതു? അമ്മ, വിജയലക്ഷ്മി അമ്മ 15-ാം വയസ്സിൽ ഉപേക്ഷിച്ചു പോയതിൻ്റെ വേദന കണ്ണേട്ടനില്ലേ? ഉറപ്പായിട്ടും അവരതിനുള്ള മറുപടി തന്ന സത്യമായിട്ട് ഞാൻ അവരെ സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല ഗീതു. എൻ്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കും. പക്ഷെ എനിക്ക് അവരതിനുള്ള മറുപടി തരുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ശരിയായ ഉത്തരമല്ല തരുന്നത്. ഒഴിഞ്ഞു മാറുക. എൻ്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവരെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? എങ്ങനെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ കഴിയും? പറ ഗീതു. അവരെന്നെ ഉപേക്ഷിച്ച് പോയത് കാമുകനൊപ്പമാണോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ എന്നൊക്കെ എനിക്ക് അറിയില്ലല്ലോ. അത് കേട്ടതും ശരിയാണ് കണ്ണേട്ടാ. ആ അമ്മ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് പോയി. പക്ഷെ ഒരിക്കലും അത് കാമുകനോടൊപ്പം ജീവിക്കാനല്ല. ആ അമ്മ സ്വന്തം സുഖവും സന്തോഷവും അന്വേഷിച്ച് പോയതുമല്ല, കണ്ണേട്ടന് വേണ്ടിയാ ആ അമ്മ പോയത്. പക്ഷെ അതിൻ്റെ ഉത്തരം എന്താണെന്ന് എനിക്ക് ഇനിയും കിട്ടിയിട്ടില്ല. എന്നാൽ ആ അമ്മയുടെ മുഖത്തു നിന്നും എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരമ്മയ്ക്ക് ഒരമ്മയുടെ വേദന മനസ്സിലാക്കാൻ പറ്റും കണ്ണേട്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ്. വിജയലക്ഷ്മി അമ്മ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പോയതായിരിക്കില്ല, ഓടിച്ചു വിട്ടതായിരിക്കും. ഇത് ഞാൻ പറയുന്ന സത്യം. വ്യക്തമായിട്ട് അന്വേഷിച്ചാൽ അതിനുള്ള ഉത്തരം കണ്ണേട്ടന് കിട്ടിയിരിക്കും എന്നും ഗീതു തറപ്പിച്ച് പറയുക. ഇത് കേട്ടതും ഗോവിന്ദൻ്റെ മനസ്സിൽ സംശയം ഇങ്ങനെ കിടന്ന് ഓടി നടക്കാൻ തുടങ്ങി. അതെ, അത് ശരിയാണോ? 15-ാം വയസ്സിൽ എന്നോട് പോലും പറയാതെ അമ്മ പോയത് അതുകൊണ്ടാണോ? എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുമോ? ഇനി ആ സമയത്ത് ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിലുണ്ടാവുമോ? അതായത് രഞ്ജു. അമ്മ മറ്റൊരു ബന്ധുവായിട്ട് ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ഗോവിന്ദ ആലോചിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഗീതുവിനോട് ഗോവിന്ദ ചോദിക്കുക, ശരി ഗീതു, അമ്മ തെറ്റിലേക്കൊന്നും പോയിട്ടില്ല, സ്വന്തം സുഖവും സന്തോഷവും അന്വേഷിച്ച് പോയിട്ടില്ല. പിന്നെ രഞ്ജു എങ്ങനെ ഉണ്ടായി? എൻ്റെ കണ്ണേട്ടാ, അത് പല വഴിയിലൂടെ നമുക്ക് ചിന്തിക്കാം. തെറ്റായിട്ട് കാണുന്നവർക്ക് തെറ്റായിട്ട് ചിന്തിക്കാം. പക്ഷേ അതും തെറ്റല്ലാതെ കാണുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം. രഞ്ജുവിന് 25 വയസ്സായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ്റെ ചോരയാണെങ്കിലോ? അച്ഛൻ്റെ ചോരയാണ് രഞ്ജു എങ്കിലോ? അമ്മ പോകുന്ന സമയത്ത് രഞ്ജു വയറ്റിലുണ്ടായിരുന്നെങ്കിലോ? ഒരിക്കലും അമ്മ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല കണ്ണേട്ടാ. ഇത് ഞാൻ സത്യമായിട്ടും പറയുക. അങ്ങനെ ഈ അമ്മയ്ക്ക് ചെയ്യാൻ കഴിയില്ല. പല അമ്മയെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവ് മരിക്കുമ്പോൾ സ്വന്തം സുഖവും തേടിപ്പോകുന്ന അമ്മമാർ. എന്നാൽ ഇവിടെ വിജയലക്ഷ്മി അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാധികാമ്മയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെയ്തു കാണും. എന്നാൽ വിജയലക്ഷ്മി അമ്മ അത് ചെയ്യില്ല കണ്ണേട്ടാ, ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടതും ഗോവിന്ദനാകെ സങ്കടവും സംശയവും ഒക്കെ മനസ്സിലേക്ക് കയറി വരിക. ഈശ്വര, ഇവളെന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമായിട്ടുണ്ട്. എൻ്റെ അമ്മയെക്കുറിച്ച് ഇവൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കുമോ? ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടും സ്വന്തം സുഖവും സന്തോഷവും തേടിപ്പോകാതെ കച്ചേരിയും പാട്ടുമായി അമ്മ പോയി എന്ന രഞ്ജു, അവളുടെ കാര്യമാണ് എൻ്റെ മനസ്സിലിപ്പോൾ കിടന്ന് അലട്ടുന്നത്. എൻ്റെ അച്ഛനെ പറ്റിച്ചിട്ടില്ല എങ്കിൽ, എൻ്റെ അച്ഛനെ ചതിച്ചിട്ടില്ല എങ്കിൽ ആ കുഞ്ഞെങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക. ഈ സമയം അവർ വീട്ടിലെത്തി. രാധികയാണെങ്കിൽ അവരെക്കാളും മുന്നേ എത്തി. പേടിച്ച് പറിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. എല്ലാവരും ഹോളിലെത്തി. അതെ, ഇന്ന് രഞ്ജുവിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പോയ സമയത്ത് ഹോട്ടൽ റൂമിൽ വെച്ച് രാധിക അമ്മയും അനാർക്കലിയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു. എന്താണ് അതിനർത്ഥം? രാധികാമ്മേ പറ. രാധികാമ്മേ, അനാർക്കലിയുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? എനിക്കൊരു ബന്ധവും ഇല്ല കണ്ണ. നീ എന്താ എന്നെ വിശ്വസിക്കാത്തത്? ഞാൻ പറയുന്നത് സത്യമാണ്. നിന്നെയും നിൻ്റെ അച്ഛനെയും ചതിച്ച അവളെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല. ഇതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല. പല പ്രാവശ്യമായി നിങ്ങളെയും അനാർക്കലിയെയും തമ്മിൽ ഞാൻ കാണുന്നു. എന്താണ് അതിൻ്റെ ബന്ധമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളും അനാർക്കലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ, അത് സത്യമാണെന്ന് കണ്ടെത്തിയാൽ, പിന്നെ അറയ്ക്കൽ തറവാട്ടിൽ നിങ്ങൾക്കൊരിടവുണ്ടാവില്ല. ഒരു അമ്മ എന്നുള്ളൊരു സ്ഥാനം നിങ്ങൾക്കിവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഈ പടി നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ ഇറക്കി വിടും, അതുറപ്പാ. ആര് തടഞ്ഞാലും ശരി, എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല എന്നും പറയാ. അത് കേട്ടതും ഗീത ചിരിക്കുക. കണ്ണേട്ടാ, രാധികാമ്മയ്ക്ക് അതൊന്നും ഒരു കൂസലല്ലാത്ത കാര്യമാണ്. ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും തെളിയിക്കും. അതായത് അനാർക്കലിയുമായിട്ട് രാധികാമ്മയ്ക്ക് ഒരു ബന്ധവും ഇല്ലെന്ന്. ഗീതു, നീ വെറുതെ അനാവശ്യം പറയരുത്. മാധവേട്ടനായിരുന്നു എൻ്റെ എല്ലാം. മാധവേട്ടൻ കാരണമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മാധവേട്ടനെ ചതിച്ചു കൊന്നവളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഗീതു? പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാ ചിലവർ. അതുകൊണ്ട് ചിലപ്പോൾ സ്വന്തം അച്ഛനെ കൊന്നാലും ഒരു സങ്കടം, ഇനി സ്വന്തം ചോരയല്ലല്ലോ എന്നൊക്കെ പറയാം. അത് കേട്ടതും എന്തൊക്കെയാ ഗീതു നീ പറയുന്നേ? ഞാൻ ഉദ്ദേശിച്ചത് വരുണേട്ടൻ്റെ കാര്യമാണ്. ആ അച്ഛനെ കൊല്ലാൻ
ഇനി അമ്മയും മകനും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്തു കാണും. ഈശ്വര, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഗീതു വേണ്ട, വെറുതെ ഈ ഗർഭിണിയായ സമയത്ത് വയസ്സന്മാരുടെ പ്രാക്ക് മേടിച്ച് കെട്ടണ്ട, നീ വാ മുകളിലേക്ക് പോവാം എന്നും പറയാണ്. ഈ സമയം രാധിക ഇപ്പോഴൊക്കെ രേഖയെ സോപ്പിട്ട് നിന്നാലേ ഗീതു കുളിയും കഴിഞ്ഞൊക്കെ വരും. അപ്പോൾ ഗീതുവിനാണെങ്കിൽ നല്ല നടുവേനയുണ്ട്, തലവേനയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഗീതുവിൻ്റെ തലയൊക്കെ നന്നായിട്ട് ഗോവിന്ദ് തോർത്തി കൊടുക്കുക. അതെ, വെളിയിലൊക്കെ എത്ര സീരിയസ് ആയിട്ടുണ്ടെങ്കിലും ഗോവിന്ദ് ഒരു റൊമാൻറ്റിക് രംഗമാണ് കാണുന്നത്. ഗോവിന്ദിന് ഗീതുവിനോടുള്ള ഇഷ്ടം അതൊക്കെ കാണുവാണ്. ഈശ്വര, ഇത്രയും നല്ല മനസ്സുള്ള എൻ്റെ ഭർത്താവിന് ഒരു സങ്കടവും ഉണ്ടാവരുതേ. എൻ്റെ കണ്ണേട്ടൻ്റെ സംശയം തീരണേ. നല്ലൊരു അമ്മയാണ് വിജയലക്ഷ്മി അമ്മ. ആ അമ്മയുടെ സ്നേഹവും തണലുമാണ് എൻ്റെ കണ്ണേട്ടന് കിട്ടേണ്ടത്, അല്ലാതെ ദുഷ്ടയായ രാധികാമ്മയുടേതല്ല. എന്തൊക്കെയായാലും കണ്ണേട്ടൻ രാധികാമ്മയുടെ സ്വഭാവം മനസ്സിലാക്കണം. വിജയലക്ഷ്മി അമ്മയെ തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള വഴികൾ ഇനി കണ്ടതിനെങ്കിൽ ഭാഗ്യതു. തല മുഴുവനും വെള്ളമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് തലയൊക്കെ തോർത്തി കൊടുക്കുക. അതിനുശേഷം നടുവേനെടുത്ത് കിടന്ന ഗീതുവിൻ്റെ നടുവിൽ ചൂടൊക്കെ വെച്ച് കൊടുക്കുക. ഇപ്പം ആശ്വാസമുണ്ടോ? ആശ്വാസമുണ്ട് കണ്ണേട്ടാ. ഈ സമയം രേഖയ്ക്കും ഭയങ്കര നടുവേന. വരുണിനോട് പറഞ്ഞപ്പോൾ വരുൺ മെക്കിട്ട് കയറുക. ഒന്ന് പോടി, നിന്റെ നടുവിൽ ചൂട് വയ്ക്കാനും തല തോർത്ത് തരാനും എനിക്കെന്താ പ്രാന്താണോ? വരുണേട്ടൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നേ. എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും വരുണേട്ടന് എന്നോടില്ലല്ലോ. ഞാനെന്തിനു നിന്നെ സ്നേഹിക്കുന്നേ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. വെറുതെ ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിലും ഉണ്ടല്ലോ. നടക്കില്ല മോളെ, ഞാൻ നിനക്കൊന്നും ചെയ്തു തരില്ല. അപ്പം രാധിക വരിക. എന്താ നിങ്ങൾ തമ്മിൽ ഏത് നേരവും വഴക്കാണല്ലോ. നോക്ക് രാധികാമ്മേ, നടുവേനെടുത്തിട്ട് പൊളയുക. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇത്തിരി ചൂട് പിടിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ വെറുതെ എൻ്റെ മെക്കിട്ട് കയറുക. ഞാനായിട്ട് വരുണേട്ടൻ്റെ അടുത്തേക്ക് ചെന്നല്ലോ. ചോക്ലേറ്റിൽ മയക്കമരുന്ന് തന്ന് വരുണേട്ടനല്ലേ എന്നെ മയക്കെടുത്തത്. അത് കേട്ടതും നമ്മുടെ രാധിക വരുണെ തുറച്ചു നോക്കുക. അത് പിന്നെ ഇവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് മിണ്ടായിരുന്നോളൂ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആലോചിക്കുകയാണ്. എന്തായാലും ഈ സമയത്ത് കണ്ണൻ്റെ മനസ്സ് പിടിച്ചു പറ്റണം. അതായത് രേഖയെ പരിചരിച്ചാൽ ചിലപ്പോൾ കണ്ണന് കുറച്ചൊക്കെ സിമ്പതി തോന്നും എന്നോട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലാതെ ഇവൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാ മോളെ വിഷമിക്കുന്നേ, ഞാൻ കൊണ്ടൊന്ന് മോൾക്ക് ചൂട് പിടിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക അടുക്കളയിലേക്ക് പോവുക. കണ്ടോ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല, പിന്നെ നിങ്ങൾ എന്തായാലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. അതുകൊണ്ട് രാധികാമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞും കണ്ടും ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ കിടക്കുക. അപ്പോൾ രാധികാമ്മയാണെങ്കിൽ വന്ന് ചൂടുമായിട്ട് എന്നിട്ട് ചൂട് പിടിച്ചു കൊടുക്കുക രേഖയുടെ നടുവിൽ. ഇപ്പം എങ്ങനെയുണ്ട് മോളെ, ആശ്വാസമുണ്ടോ? നല്ല ആശ്വാസമുണ്ട് രാധികാമ്മ. എന്നാലും അങ്ങനെ വെച്ചോണ്ടേ ഇരിക്കേ, എന്നാലാണ് വേദന ഇത്തിരി കുറയുന്നത് എന്നൊക്കെ പറയുക. ഈ സമയം ഇരുന്നിരുന്ന് രാധികയുടെ നടുവ് പിടിച്ചു. എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക എഴുന്നേക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക. എന്താ അമ്മേ, എന്തു പറ്റി? എടാ മോനെ, എൻ്റെ നടുവ് പിടിച്ചടാ. ഇവൾക്ക് കുനിഞ്ഞു നിന്നല്ലേ ഇത് ചെയ്തു കൊടുത്തത്, അതിൻ്റെ വേദനയാന്ന് തോന്നുന്നു. ഒരു 1.5 വേദനയാടാ മോനെ എന്നൊക്കെ പറയാ. ദൈവമേ, നിനക്കിപ്പോൾ സമാധാനമായല്ലോടി, തൃപ്തിയായല്ലോ. അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ അമ്മയോടല്ലല്ലോ വരുണേട്ട ചെയ്തു തരാൻ പറഞ്ഞേ, വരുണേട്ടനോടല്ലേ. വരുണേട്ടനല്ലേ എനിക്ക് ചെയ്തു തരില്ല എന്ന് പറഞ്ഞത്. അതിനിപ്പോൾ എൻ്റെ തെറ്റാണോ? വരുൺ, രേഖയെ കുറ്റം പറയണ്ട, ഞാനല്ലേ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞ് വന്നത്. ഒരു കാര്യം ചെയ്, നീ എനിക്ക് കുറച്ച് ചൂട് പിടിച്ചാ എന്നും പറയാം. ശരിയമ്മേ എന്നും പറഞ്ഞ് വരുൺ അടുക്കളയിലേക്ക് പോവുക. എന്തായാലും അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാ മോളെ എന്നൊക്കെ രേഖയോട് പറയുകയാണ്. അത് കേട്ടതിൻ്റെ രേഖയ്ക്ക് ചിരി വരും. ഇയാളുടെ അമ്മ തന്നെ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയും ഇങ്ങനെ കിടക്കുകയാണ് തിരിഞ്ഞ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയാണ്. ഗീതു, എന്നാലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. രാധികാമ്മ എന്തിനായിരിക്കും അനാർക്കലിയെ കണ്ടത്? അത് തന്നെയല്ലേ കണ്ണേട്ടാ, പച്ച മലയാളത്തിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു, എന്നിട്ടും കണ്ണേട്ടനത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ തെറ്റല്ല. ഒരിക്കലും രാധികാമ്മ പറയുന്നത് കണ്ണും അടച്ച് വിശ്വസിക്കരുത്. ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് രാധികാമ്മ ഇതല്ല, ഇതിനപ്പുറവും പറയും. അതുകൊണ്ട് സൂക്ഷിക്കണം. രാധികാമ്മയെ കണ്ണും അടച്ച് വിശ്വസിക്കരുത്, സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ ആപത്തിലാവും, നമ്മുടെ അമ്മയുടെയും എന്നൊക്കെ പറയണം. അമ്മയ്ക്ക് എന്താപത്ത് സംഭവിക്കാനാ എന്നും ഗോവിന്ദ് ചോദിക്കാതെ കേട്ടതും അമ്മ ഈ വീട്ടിലേക്ക് വരുമെന്നുള്ളൊരു പേടി രാധികാമ്മയുടെ മനസ്സിൽ കയറി കൂടിയാൽ ആ അമ്മയെ കൊല്ലാൻ ഒരിക്കലും മടിക്കില്ല രാധികാമ്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയെ സൂക്ഷിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത ഉപദേശിക്കണം. അതെല്ലാം കേട്ട് ഗോവിന്ദന് പേടിയായി. അപ്പോഴും ഗോവിന്ദ് മനസ്സിൽ ആലോചിക്കുന്ന ആ ഒരു ചോദ്യം, 15 വയസ്സിൽ തന്നെ ഉപേക്ഷിച്ച് വിജയലക്ഷ്മി അമ്മ എന്തിനു പോയി?
ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ഗോവിന്ദ് ആ അമ്മയെ ഉള്ളം കൈ കൊണ്ട് നടക്കും. പക്ഷേ മാധവൻ മുതലാളിയുടെ ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് വിജയലക്ഷ്മിയെ അടിച്ചിറക്കിയത്. എന്നാൽ ആ സത്യം രാധികാമ്മയാണ് ചെയ്യിപ്പിച്ചത്. ആ മരിച്ചുപോയ ആത്മാവിനോട് പോലും ഒരു സ്നേഹവും ഇതും കാണിക്കാതെ രാധികാമ്മ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് ഇപ്പോഴും പ്രായച്ചിത്തം തേടി നടക്കുക വിജയലക്ഷ്മി അമ്മ. അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.